അപ്പൊ ഇന്ന് ഇവിടെ കുക്കിംഗ് നടക്കില്ല. വീഡിയോസ് ഒന്നും നടക്കില്ല. അഹങ്കാരോ ധിക്കാരോ പറയണല്ല, നിങ്ങൾ പുച്ഛിച്ചതിന്റെ മറുപടി ആയിട്ട് ഞാൻ പറഞ്ഞത്. ഇവിടെ അടിച്ചൂല, നല്ല കളറാണല്ലോ. ഇന്ന് ഫൈനൽ ഡേ ആണ് പെയിന്റിങ്ങിന്റെ ആട്ടക്കലാശം. ഇതിനാണ് ഈ ആവശ്യമില്ലാത്തത് എപ്പോഴും എടുക്കണം. നാളെ പറഞ്ഞു പെയിന്റ് അടിക്കുമ്പോ അത് പെയിന്റ് അടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കളർ ചേഞ്ച് കിട്ടുമെന്ന്. ഞങ്ങൾ അടുപ്പിക്കാത്ത എന്താണെന്നറിയാമോ? ഇടുവാണേ, പുലർത്തുകറി ഇടണം. അങ്ങനെയല്ല കഴിക്കട്ടെ, ചോറിലിട്ട് ഇളക്കി കഴിക്കണം. പെയിന്റിങ്ങിന്റെ അവസാനത്തെ ദിവസം നമ്മളില്ലേ ഇവിടെയുള്ള എല്ലാ സാധനവും മാറ്റി കിച്ചണിലേക്ക് കയറിയപ്പോ പെയിന്റിങ് അപ്പൊ അതിന്റെ സാധനങ്ങൾ മാറ്റി ഇവിടെ ഒന്ന് ഗ്ലാസ് ടോപ്പ് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ വൃത്തിയായിട്ട് പൊക്കോളും. പിന്നെ ഉണങ്ങി ഈ വൃത്തിയായിട്ട് അടിക്കണോളൂ അല്ല. അപ്പൊ ശരിയായി കഴിഞ്ഞപ്പോ നീറ്റായിട്ട് ഇരുന്നോളൂല്ലോ നോക്കാം. ഡബ്ബകളൊക്കെ അങ്ങ് വെക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്ന് ഇവിടെ കുക്കിംഗ് നടക്കില്ല. ഇന്ന് വീഡിയോസ് ഒന്നും നടക്കില്ല. രാവിലെ ചീരത്തോരനുണ്ടാക്കി, പിന്നെ ചക്കക്കുരു മാങ്ങ ഇരിപ്പുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിക്കളുണ്ട്. പിന്നെ കുക്കിംഗ് നടക്കില്ല. ഉച്ച കഴിഞ്ഞിട്ട് നടക്കോളൂ. സീലിംഗ് അടിച്ചു. സീലിംഗ് അടിച്ചുല്ലേ? ഒരു കോട്ട അടിച്ചോളൂ. നീ ഭിത്തി അടിക്കും. പിന്നെ വെന്റിലേഷൻ ജനൽ. അത് കഴിഞ്ഞ് വർക്കേരിയായിട്ട് കിടക്കും. അല്ല വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇത് ഇപ്പൊ തന്നെ നന്നേക്കാം. അല്ല ഇപ്പൊ തന്നെ നന്നേക്കാം. എന്നാ പിന്നെ ഇവിടെ അങ്ങ് അടിച്ചു തീരാലോ. ഈ കൂടെ അങ്ങ് അടിച്ചു തീർന്നാ പിന്നെ ഇനാമലിലേക്ക് പിടിക്കാലോ. ഇപ്പൊ പെയിന്റ് മേടിക്കണ്ടോ? കുറച്ച് 100 ml. 100 ml ഏതാ? പ്ലാസ്റ്റിക് ഇമൽഷൻ ആണോ? ആണോ? കുര്യാക്കോച്ചാട്ടൻ വീഡിയോയിലൊക്കെ വന്നായിരുന്നു, കണ്ടായിരുന്നോ? അവിടെ ടിവിയിലിട്ടാ കാണുന്ന. ആണോ? ലീല ടിവിയിലിടുന്ന കുര്യാക്കോന്റെ സംസാരവും കുര്യാക്കോ കേട്ട് കാണാം. ഞാൻ അവിടെ ഇരിക്കുക. വേറെ എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടോ? കൊറേ ഉണ്ടോ? ഈസ്റ്റർ ഷോപ്പിംഗ് തുടങ്ങാറായോ? വെളുത്തുള്ളി പിക്കിള് പിന്നെ കിട്ടിയോ? പകുതി പെയ്തില്ലാന്ന് തോന്നുന്നു, ചെറുതായിട്ട് പൊടിഞ്ഞോളൂ. അതെ 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 അതെ. ഇവിടെ പെയിന്റ് അടിച്ചപ്പോ നല്ല തിളക്കം. ഇന്ന് ചൂടാന്ന് എനിക്ക് തോന്നണേ. ഇപ്പൊ നോക്കാൻ പറ്റില്ല, ഇപ്പൊ ഞാൻ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കാം. നല്ല തിളക്കാ ഇതിന്. ഗോതമ്പ് ബ്രൗൺ. അപ്പേ 10:30 തോന്നണം. ചായ കുടിക്കാൻ പോയിക്കോ പെയിന്റിങ്ങാര്. വരണതിന് മുമ്പ് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ഉലർത്തുകറി ഉണ്ടാക്കാം. പിന്നെ ചമ്മന്തി അരയ്ക്കാൻ സാരമില്ല, മാങ്ങാ ചമ്മന്തി ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഫൈനൽ ഡേ ആണ് പെയിന്റിങ്ങിന്റെ ആട്ടക്കലാശം. അപ്പൊ അവര് വന്നു കഴിഞ്ഞാൽ കിച്ചണിട്ട് കയറും. ഒരു കോട്ട അടിച്ചിട്ടുള്ളൂ, ഇനി അടിക്കാനുണ്ട്. പിന്നെ ജനലുകളുടെ ഒരു കോട്ടോടെ അഴികളൊക്കെ അടിക്കാനുണ്ട്. ഒരു കോട്ട അടിച്ചു, വാതില് 2 കോട്ട അടിച്ചു കേട്ടോ ഓൾറെഡി. പിന്നെ അത് കഴിഞ്ഞ് വർക്കേരിയായിട്ട് കയറുമ്പോ അവിടെ നമുക്ക് ബുദ്ധിമുട്ടല്ലേ, അടുക്കള കൈകാര്യങ്ങൾ ചെയ്യണം. അവിടെ ചെയ്യാതെ പറ്റൂലല്ലോ. അത് കാരണം എത്രയും പെട്ടെന്ന് നമുക്ക് വർത്താനം പറഞ്ഞ അധികം നിൽക്കാൻ സമയമില്ല. വേഗം മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഏത്തക്കായ വാങ്ങിച്ചതാട്ടോ. ഒരു കഞ്ഞിവെള്ളത്തിൽ കഴുകിയിട്ടിട്ട് ഒരു 2-3 ട്രിപ്പ് സാധാരണ വെള്ളത്തിൽ കഴുകിയത്. അത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കൊച്ചു പുതിയ കുട്ടികൾക്ക് വേണ്ടിയാട്ടോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണേ. പിന്നെ ദേ പയറ, അച്ചിങ്ങാപ്പയറ, അത് നിങ്ങൾ കണ്ടേക്കണതാ. അപ്പൊ 2ഉം കൂടെ ഒരു കൂട്ടുമെഴുക്ക് വരട്ടെ. അത് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് മുമ്പ് സ്റ്റാർട്ടിങ്ങില്. ഇതില്ലേ ഏത്തക്കായ ഇല്ലാതെ ചെറുകായ ഇട്ടും ഇങ്ങനെ അച്ചിങ്ങ കൂട്ടി മെഴുക്കുവരട്ടി ഉണ്ടാക്കാട്ടെ. ഇവിടെ അമ്മച്ചി ഞാലിപ്പൂങ്കായും കൊണ്ട് ഉണ്ടാക്കുമായിരുന്നു വളരെ പണ്ട്. കാരണം ഏത്തവാഴ കൃഷി നമുക്ക് അങ്ങനെ വളരെ കുറവാണ്. ഭയങ്കര പാടാ എന്റെ ശുശ്രൂഷയൊക്കെ. അത് കാരണം അപ്പൊ ഞാലിപ്പൂനും കണ്ണനും പാളയംകോടനും ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ ഞാലിപ്പൂനിട്ട് അമ്മച്ചി ഇവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അമ്മച്ചി അതിന്റെ കൂടെ സവോള ഇടും. നമ്മള് സവോള ഇടണില്ല. ഏത്തക്കായും അച്ചിങ്ങാപ്പയറും കൂടെ ഇട്ടിട്ടുള്ള
കൂട്ടുമെഴുക്ക് വരട്ടി കേട്ടോ. ഉച്ചത്തേക്കും വൈകിട്ടത്തേക്കും ഇതായിരിക്കും കറി. കാരണം ഇനിയിപ്പോ അവര് 5:30 മിക്കവാറും പോവുള്ളൂ. പോയി കഴിഞ്ഞ് പിന്നെ അടുക്കള കയറാൻ പറ്റൂല, നാനാ പരിപാടിയൊക്കെ ആവും. അപ്പൊ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിക്കണം, ഉപ്പും ഒഴിക്കണം. ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടേക്കാം കേട്ടോ, കായ ഇട്ടേക്കണത് കൊണ്ട്. എന്നിട്ട് നമുക്ക് അങ്ങ് വേവിക്കാം. 2 വിസിൽ മതി, അന്നത്തേക്കും വെന്തോളും. വെന്തിട്ട് സാധാരണ ഉലർത്തണ പോലെ ഉലർത്തണ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. അവരന്നേരം കിച്ചണിലാണെങ്കിൽ ചിലപ്പോൾ കാണിക്കൽ നടക്കില്ല കേട്ടോ. എന്തായാലും നോക്കാം നമുക്ക് മാക്സിമം. ഇനി ഒരു 11:30 ആകുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കണ ചായ കൂടി ഉണ്ട്. അപ്പൊ ആ സമയത്തല്ലോ ഉലർത്തും എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടു. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് നമുക്കൊന്ന് ചുമ്മാ ഒന്ന് മറിച്ച് മിക്സ് ചെയ്യണം. മറിച്ചെന്ന് പറഞ്ഞാൽ ഈ പാത്രം തന്നെ കേട്ടോ. ഈ വെള്ളം മതി, ഇതിനുള്ള വേവേ ഉള്ളൂ. 2 വിസിൽ മതി. മറിക്കുവാണേ. ആയിക്കോട്ടെ. ഈ വെള്ളം മതി. ഇനി ഗ്യാസ് ഓൺ ചെയ്യുക കേട്ടോ. ഒത്തിരി പേര് നമ്മളോട് ഈ ഗ്യാസിന്റെ പുറത്ത് വെക്കണ ഫ്ലെയിം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ കാറ്റത്ത് ഒലയാതിരിക്കാനുള്ള ഗ്യാസ് സേവിങ് അതിന്റെ ബർണറിൽ വെക്കണ ഈ തട്ടിനെ പറ്റി ചോദിച്ചായിരുന്ന. ഈ തട്ടിന്റെ ഒത്തിരി പേരോട് നമ്മൾ പറഞ്ഞും കൊടുത്ത എവിടെ നിന്നാ വാങ്ങിച്ച് എങ്ങനെയാന്നുള്ളത്. എന്നിട്ട് ഒരാള് നമുക്ക് ഇന്നലത്തെ ആണോ മിനിഞ്ഞാന്നത്തെ ആണോ വീഡിയോയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിച്ചു വളരെ യൂസ്ഫുൾ, സന്തോഷമായിട്ട് അവർ എഴുതിയായിരുന്നു, താങ്ക്സ് എന്നും പറഞ്ഞ. അപ്പൊ ഇത് വളരെ ഉപകാരപ്രദമാണ്. പക്ഷെ ഇതില് വേറൊരു വ്യൂവർ നാള് പറഞ്ഞു പെയിന്റ് അടിക്കുമ്പോ അത് പെയിന്റ് അടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കളർ ചേഞ്ച് കിട്ടുമെന്ന്. ഞങ്ങൾ അടിപ്പിക്കാത്ത എന്താണെന്നറിയാമോ, ഇത് ഞാനത് ഇവിടെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ പറഞ്ഞ നമ്മൾ എത്രയായാലും അടുപ്പിൽ സ്ഥിരത വെച്ചോണ്ടിരിക്കുവല്ലേ, അപ്പൊ ചൂടടിക്കും തോറും പെയിന്റ് പൊളിഞ്ഞ് വീണ്ടും പോരും. അപ്പൊ വെറുതെ അതിലേക്ക് മെനക്കെടുണ്ടല്ലോ എന്നോർത്ത് പെയിന്റ് അടിപ്പിക്കാത്തതാട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ ചൂടടിക്കുമ്പോ പെയിന്റ് പൊളിഞ്ഞു പോരും, അത് സ്വാഭാവികമാണ്. പിന്നെ എന്നാ പ്രശ്നം എന്നാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊന്നും ഇങ്ങനെ വെക്കണല്ലേ ഉള്ളു, വേറെ ഉപയോഗമൊന്നും ഇതുകൊണ്ട്. പിന്നെ ഇച്ചിരി മോശമായിട്ട് ഇതിരുന്നാലും ഗ്യാസിന്റെ ബർണർ നീറ്റാണല്ലോ, അപ്പൊ ഇച്ചിരി ഇരുന്നാലും നമുക്ക് കുഴപ്പമില്ല, കാര്യം നടന്ന് കിട്ടിയാൽ മതി. പിന്നെ ഇതിലൊക്കെ തെറിച്ച് വീഴും അങ്ങനെയുള്ള വല്ലതും ആണെങ്കിൽ നമുക്ക് മാറ്റേണ്ടി വന്നേനെ. അത് അങ്ങനത്തെ ഉള്ള വിഷയമൊന്നും ഇല്ല. ഇങ്ങനെ വെച്ചിട്ട് ഫാൻ ഫുള്ളിലാ കിടക്കണത്, പക്ഷെ ഒട്ടും ഫ്ലെയിം പറക്കൂല. അപ്പൊ അതുകൊണ്ട് ഗ്യാസും അതിൽ സേവ് ചെയ്യാം, നമുക്ക് വേറെ ശല്യങ്ങളും ഇല്ല, നമുക്ക് ഇവിടെ നിന്ന് പണിയും ചെയ്യാം. അപ്പൊ വേറെ ഏതോ ഒരു വീഡിയോക്കാരുടെ ഇതിൽ ഞാൻ കണ്ടു 2 ബർണറിൽ ഇതിരിക്കണം. രണ്ടെണ്ണത്തിൽ വെച്ച് അവർക്ക് ചിലപ്പോൾ അത് ആവശ്യം വരുമായിരിക്കും. അവര് ഇതുപോലെ യൂസ് ചെയ്യണവരായിരിക്കും, ഉച്ചയ്ക്കും ഒക്കെ വീഡിയോ ചെയ്യണവരായിരിക്കും. ശരിക്കും ഒരു 11 മണി കഴിഞ്ഞ് കിച്ചണിൽ നിൽക്കണവർ, 10 മണി കഴിഞ്ഞ് കിച്ചണിൽ നിൽക്കണവർക്കാണ് ഇത് കൂടുതൽ ഉപയോഗം അല്ലെ. ചൂടാവും, 9:10 ആകുമ്പോഴത്തേക്കും ചൂടായി കഴിഞ്ഞു. അപ്പൊ എല്ലാരും ഉച്ചത്തേക്കുള്ള തത്രപ്പാടിലായിരിക്കും. ഇനി ഞങ്ങളുടെ ഡ്യൂട്ടി നോക്കട്ടെ, ആൾക്കാർ വന്നാൽ ഇതിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാട്ടോ. ഓക്കെ, 2 വിസിലിന് പകരം 3 വിസിൽ അടുപ്പിച്ചായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു വെള്ളമൊക്കെ അതിലെ അങ്ങ് വറ്റിക്കോട്ടെ. നന്നായിട്ട് വെന്തിട്ടുണ്ട്, കുഴഞ്ഞു, നമ്മുടെ ഭാഗത്തിനായി. ഒന്ന് നോക്കിയേക്കട്ടെ കേട്ടോ. മതി, രുചിയുണ്ടോ? ഈ പല്ലേട്ട് ഒട്ടിപ്പിക്കണ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെയൊക്കെ പല വേഷത്തിലായിപ്പോ കായരിഞ്ഞത് കൊണ്ടില്ലേ കറുത്തു. എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അതെങ്ങനെയാ കളയണേ? കളയണ ഇരുമ്പുളി ഉള്ളപ്പോഴാണ് ഇരുമ്പുളി ഇട്ട് ഉരയ്ക്കും, ഇല്ലെങ്കിൽ നാരങ്ങാനീരിന്റെ തൊലി ഇട്ട് ഉരയ്ക്കും. അതൊന്നും ഇല്ലെങ്കിൽ വാളംപുളിയും കൊണ്ട് ഇങ്ങനെ കാണിക്കും. പുളി എന്നാ മതി അല്ലേ? മതി, കറയല്ലേ. ഒട്ടും ഇഷ്ടമല്ല കയ്യിൽ അങ്ങനെ ഇരിക്കുന്നത്. ആർക്കും ഇഷ്ടമല്ല, എനിക്ക് മാത്രമല്ല. ഞാൻ എന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഉലർത്താം. സാധാരണ ചുമന്നുള്ളി വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കണം. അത് ചൂടായി വെളിച്ചെണ്ണ വെച്ച് സാധാരണ കറി വെക്ക പോലെ. ഇനിയിപ്പോ ഞാൻ മഞ്ഞപ്പൊടി ചേർക്കൂല, വേവിക്കാൻ നേരത്തെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ പറയാറില്ലേ, മഞ്ഞപ്പൊടി ഞങ്ങൾക്ക് ഒരുപാട് അങ്ങനെ താല്പര്യം കുറവാക്കും. സ്വല്പം ഏതായാലും ആഡ് ചെയ്യണമല്ലോ, അത് കാരണം ആഡ് ചെയ്തതാണ്. വേനൽക്കാലമായതുകൊണ്ട് കറിവേപ്പില എല്ലാം പുഴുങ്ങി ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കുക. വേപ്പൊക്കെ വേപ്പില ഉണ്ടെങ്കിൽ തളിര് വന്നു കഴിഞ്ഞാൽ അല്ലേ, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ കംപ്ലീറ്റ് എല്ലാ വീടുകളിലും അത് ഉണങ്ങി ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ അത്ര ഫ്രഷ് ആയിട്ടുള്ളതൊന്നും അല്ല പറിച്ചെടുക്കണത്, ഇപ്പം കിട്ടണത്. പിന്നെ കഴുകിയൊക്കെ എടുക്കും, അല്ലാണ്ട് പിന്നെ ചെയ്യണം. ഈ ഒരു മഴ പെയ്യണം. ഓക്കെ, ചതച്ച മുളക് പൊടി ആയതുകൊണ്ടേ ചുമപ്പ് കളറ് കുറവ് കേട്ടോ. അല്ല, ചതച്ച മുളക് പൊടി ആയതുകൊണ്ട് ക്രഷ്ഡ് ചില്ലി അല്ലേ, മറ്റേ നൈസായിട്ടുള്ള പൊടിയാണെങ്കിൽ നല്ല ചുമപ്പ് രാശിയിലിരിക്കും. ഓക്കെ,
ചോറ് വിളമ്പ കാണിക്കാം. അതെ, ഇനി വേഗം കിച്ചൺ ഒഴിഞ്ഞു കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു. പോവാ, അവരവിടെ ചേച്ചിന്ന് ഒരു കൂടി വന്നു. ഓക്കെ, സ്ട്രെയിനർ കിട്ടിയോ? കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒന്ന് അടിച്ചു നോക്കണം. അത് കണ്ടമാനം ഏത് കളറാ? ഇത് യെല്ലോയാണ്. യെല്ലോയും വൈറ്റിന്റെയാ വരുന്നത്. വേറെ ഒന്നും ഉണ്ടാവില്ല. ആ, പെയിന്റ് പൊട്ടിച്ചോ ചേട്ടാ? പെയിന്റ് പൊട്ടിച്ചോ? ആ, ഇതാ ഈ കളറാ അല്ലേ? മിക്സ് ചെയ്യാൻ പോവാണോ നമ്മള്? ആ, അതും വെള്ളയും കൂടെ മിക്സ് ചെയ്താൽ പോലെ. ഇത് ചേർക്കണം, ക്രീം ചേർക്കണം. അതും വെള്ളയും കൂടെ പോലെ. ഇതാവുമ്പോ ചേർക്കുമ്പോ എന്നാ പറയാ, കുറച്ചുകൂടെ ഒരു ഇതായി പോവും, കുറച്ചുകൂടെ ഡാർക്കായി പോവെന്നാ ഞാൻ ചോദിച്ചത്. വെള്ളയാവുമ്പോ അത് ഒരുമാതിരി കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടും. വീഡിയോയിലുണ്ട് കേട്ടോ ചേട്ടാ. ഇത് മൊത്തം കൂട്ടിക്കട്ടെ. അല്ല, മൊത്തം ഞാൻ ചോദിക്കുന്ന യെല്ലോ അതിൽ ചേർക്കണമെന്നാ. യെല്ലോ തന്നെയാണല്ലോ അല്ലേ? ആ, ഇത് ചേർക്കാൻ വെള്ളയായിട്ട് മിക്സ് ചെയ്യുക. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയാ ആദ്യം. ഇതാ ഇവറിയാ. ആ, അതാ ഐവറിയാ. എല്ലാം വേണം. ആ, ഐവറി അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കി എങ്ങനെ വരും. അത് അത് പക്ഷെ ഇതിന്റെ കൂടെ വേണ്ട കുരിയാക്ക. അതെന്നാന്നറിയാം, അത് കണ്ടമാനം. എനിക്ക് വേണേ ഇതും ഇതും കഴിച്ചോ. വെള്ളം ചേർക്കുമല്ലോ അല്ലേ? ഇത് ഒരുമാതിരി ആ ഭിത്തിക്ക് തികയായിരിക്കും നല്ല കുരിയാക്കോ. ഇല്ല അല്ലേ? എന്നാ ഇത് വേണേ കുറച്ചൊഴിക്കാൻ കുരിയാക്കോ. ഇതേ ഡാർക്കായിട്ടുള്ളതായതുകൊണ്ടേ കുറച്ചൊഴിക്കാം. അതെന്നാ കുരിയാക്കോ? അതും വെള്ളയാണോ? പൊടിക്കുക മാറ്റിച്ചേ. ഈ പൊടി ഇതിപ്പോ നമുക്ക് എവിടെ അടിക്കാനാ? അത് മുഴുവൻ ഒഴിക്കണ കുരിയാക്കോ? ഇല്ല, മുഴുവില്ല. ഈ കളർ നമുക്ക് തീർന്നോണ്ടാണോ മിക്സ് ചെയ്യണേ? ബാക്കിയുണ്ടെന്നേ കുറച്ച് കളർ. അപ്പൊ അത് ഇരുന്ന് കഴിഞ്ഞാൽ കുരിയാക്കോയുടെ ബുദ്ധിയിൽ അത് വന്നതാ. അത് ശരി. അപ്പൊ നമുക്ക് ബാക്കി തോന്നല്ലേ? ആ, ഇപ്പൊ കറക്റ്റ് കളറായല്ലോ. വെള്ളം വേണേ ഒഴിക്കാം. ആ, ഇച്ചിരി വെള്ള ചേർക്കാട്ടോ. ഇച്ചിരി ലൈറ്റ് ആയിക്കോളൂ. അപ്പൊ ഈ പെയിന്റ് കയ്യിലായ എങ്ങനെയാ ചേട്ടാ പോണേ? അത് ഇത് വെള്ളത്തില് പൊക്കോളുവോ? ഇനി ഇത് ചേർക്കണ്ട. ആ, ഇത് ഇച്ചിരി ഡാർക്കാ. ഇത് കൂടുതൽ ഡാർക്കായി പോകും. ഒരു കാര്യം ചെയ്താലോ, ഇത് കുറയ്ക്കണോ? ഇച്ചിരി വേണേ കുറയ്ക്കാൻ ലൈറ്റ് ആക്കാമെങ്കിൽ ആക്കിയോ. കുറയ്ക്കേണ്ട കാര്യമില്ല. അവിടെ ആയിരുന്നേ വെള്ളത്തിൽ പെട്ടെന്ന് ഇത് പിടിക്കാനല്ലേ. തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി ലൈറ്റ് ആകുമ്പോൾ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് അതുപോലെ അത് മതി. എന്നാ അപ്പൊ ഇതും വേണേ ഒഴിക്കണ്ടോ? ബാക്കി പറഞ്ഞ എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് ഒഴിക്കുക അല്ലേ? അപ്പൊ ഒന്നും പാഴായി പോവില്ല. അത് നല്ല ഐഡിയ. അത് ആദ്യം ഒന്ന് അടിച്ചതിൽ നോക്കിയിട്ട് കൂടുതല് ഉണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ചേർക്കാം. വെള്ളം വേണേ ചേർക്കണമെങ്കിൽ ചേർക്കണം. വെള്ളം എല്ലാം ഒഴിച്ചു മൊത്തം. അതും വേണേ കഴുകി ഒഴിച്ചോ കുരിയാക്കോ. അപ്പൊ വെള്ളം ഇനി എന്തിനെങ്കിലും വേണ്ടി വന്നാലോ? വെള്ളം സീലിംഗാ. ആ, സീലിംഗ് കഴിഞ്ഞോ? അപ്പൊ നമ്മുടെ ഫുള്ള് സീലിംഗിനെല്ലാം കഴിഞ്ഞു. ആ, കിണറിന് ഇച്ചിരി അടിക്കും. അതും കൂടെ വേണമെങ്കിൽ പറയുന്നുട്ടോ. ചേച്ചി മുരിയാക്കോയുടെ ലഹള കൂടും പറഞ്ഞു. ചേച്ചിക്ക് ഇനി അടുത്ത ടച്ചെന്നും പറഞ്ഞില്ല. അത് അടിച്ചു നോക്കുമ്പോ ഒന്ന് പറഞ്ഞു കൊടുക്കണം. വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ചേർക്കണമെങ്കിലേ ലൈറ്റ് ആക്കണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. കിണറിനടിക്കണ്ടേ നമുക്ക്? ആ, തികയൂലേ? ആ, ഈ കളറായി കിട്ടിയില്ലേ? ഇത് നല്ല കളറാട്ടോ. ആ, ഇത് നല്ല കളറാ. നല്ല ഇത് മതി. ഇപ്പൊ നല്ല നിറമായി മാറിട്ടോ. നമ്മള് പല കളറാ മിക്സ് ചെയ്തല്ലേ? ഒറ്റ കളറേ ഉള്ളൂ.
ഇതധികം ചേർക്കാൻ പറ്റില്ല. ഇത് കമ്പ്യൂട്ടറിലെ ആ ആ ആ ഇത് കമ്പ്യൂട്ടറിൽ കൊണ്ട് തരണം ഇത്. ആ ഇത് ഒരുപാട് ചേർക്കാൻ പറ്റൂല, ചേർക്കാൻ പറ്റില്ല. ഡാർക്ക് കളറാ. ആ അത് കമ്പ്യൂട്ടറിൽ മിക്സ് ആകാതെ. ആ ഹാ ഹാ ഹാ. പാല് ഇതിനകത്ത് എന്തൊക്കെയുള്ളേ? ആ ഇന്ന് വീണ്ടും അച്ചിങ്ങ, ഏത്തപ്പഴം, വെളുത്തുള്ളി പിക്കിള് കിട്ടിയില്ലേ? വെളുത്തുള്ളി പിക്കിള് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കാം. പാലും ഉണ്ട്, പാല് വേഗം എടുക്കാം, ചൂടല്ലേ പുറത്ത്. മിക്സിംഗ് അല്ല, അപ്പൊ എങ്ങനെ കളർ ആ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നമ്മള് മിക്സ് ചെയ്ത കളറല്ലേ? ഇത് നോക്കൂ. ആ ഇവിടെ അടിച്ചൂല. ആ നല്ല കളറാണല്ലോ. ഇതിപ്പോ നമ്മള് കുര്യാക്കോച്ചേട്ടന് ഇപ്പൊ പെയിന്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വന്നല്ലോ. നല്ല നിറായി മാറി ഇപ്പൊ. ഇനി ചേട്ടന് വേണമെങ്കിൽ പെയിന്റ് ഒക്കെ ഉണ്ടാക്കാം, കളറൊക്കെ മിക്സ് ചെയ്ത്. ഇതിപ്പോ 3 കളറല്ലേ നമ്മള് മിക്സ് ചെയ്തേ? ആ നല്ല നിറ, നല്ല മിക്സിങ്ങാ. എന്തോ ആ ഏതിനാ? ആ മുട്ടപ്പഴം കൊള്ളൂല്ലേ? അത് കഴിച്ചേ നോക്കട്ടെ. അതിനുള്ള മൂടല്ല. കുഴപ്പമൊന്നുമില്ല, അത്ര പുളിയൊന്നുമില്ല. പുളിയല്ല, രുചി, അതിന്റെ സ്വതവേയുള്ള രുചിയല്ലേ എനിക്ക്. വാടിപ്പഴുത്തതിന്റെ രുചിയാ. ഉണങ്ങി ഉണങ്ങി ഒന്നും ചെയ്യാൻ നിർത്തിയില്ല. അടുക്കളയും മറക്കേരിയും കുഴച്ചിട്ടേക്കും. പെയിന്റിങ്ങിന്റെ ഇനി 5 മണിയാവാതെ ശരിയാവില്ല അവിടെ. അതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുക. ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ? കംപ്ലീറ്റ് പെയിന്റിങ്ങിന്റെ അവസ്ഥകളാണ്. എല്ലാ വീട്ടിലും ഇങ്ങനെ ചെയ്യണ്ട. കാര്യം കിച്ചണിൽ കയറുമ്പോൾ മഹാബുദ്ധിമുട്ടാണ്. എല്ലായിടത്തും കയറുമ്പോൾ ബുദ്ധിമുട്ടാണ്. കിച്ചണിൽ കയറുമ്പോൾ ഒന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ബുദ്ധിമുട്ട്. അതെ 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 കാര്യം. അതും ഓശാന ശനിയാഴ്ച. അതെ, ഉച്ചയൂണിന്റെ നേരായി. ഞാൻ മടുത്തിരിക്കുക. വേർപ്പും. പെയിന്റിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. തൽക്കാലത്തേക്കുള്ള ഒരു മുട്ടുശാന്തി. ഞാൻ ഈ കരിക്കല തുണിയൊക്കെ ഇടുന്ന അയ്യാന്ന് വർക്കേരിയല്ലേ. അതിൽ എന്റെ ടേബിൾ റണ്ണറുണ്ട്, കരിക്കല തുണിയുണ്ട്, തൊപ്പിയുണ്ടേ. വെച്ച് നിങ്ങൾ കണ്ടിട്ടില്ല. മഴക്കാലം നിങ്ങളുടെ മുമ്പിൽ വരാൻ ഞാൻ ഇനി കുട മേടിക്കാൻ പോവാന്നാ പറഞ്ഞത്. ഓട്ടോമാറ്റിക് കൊട തലയിൽ ഫിറ്റ് ചെയ്ത് വന്നപ്പോ കൊട കണ്ടുപിടിച്ചാൽ അപ്പൊ ഞാനത് മേടിക്കാൻ പോവാ. സ്റ്റോഴ്സിൽ പോയി. വേനൽക്കാട്ടല്ല, മഴക്കാലത്ത് മതിയത്. ഇങ്ങനെ നടക്കുമ്പോ നമ്മള് കരിക്കല തുണി ഇടുന്ന സ്ഥലം. പിന്നെ കരിക്കല തുണി മാത്രമല്ല, എന്തെങ്കിലും ചമ്പ് സാധനങ്ങൾ, പഴയ ടേബിൾ റണ്ണർ, ഇതൊന്നും അങ്ങ് എടുത്ത് വെക്കണ്ട. കാരണം ഈ വെന്റിലേഷൻ പെയിന്റ് ചെയ്യാൻ പൂച്ച കഴിഞ്ഞാൽ അതാ പണി. നമുക്ക് ആ സമയത്ത് ഊണ് കഴിക്കാം. അതെ, ഏതായാലും വൃത്തിയായി കിട്ടൂലോ മോനെ. അതെ, അതാണ് ഒരു ആശ്വാസം. ആശ്വാസത്തെ വലിയ ആശ്വാസം. ഒന്നെണ്ണം അങ്ങനെ തൂക്കട്ടെ കേട്ടോ. നമ്മുടെ പതിവ് കയ്യിലുകളൊക്കെ ഇവിടെ തൂക്കാം സാധാരണ അല്ലേ? എല്ലാരും എന്നോട് പുച്ഛിച്ച പലരും ചോദിക്കാറുണ്ട്. ആ പുച്ഛ ധ്വനി കേൾക്കുമ്പോൾ എനിക്കറിയാം പുച്ഛിക്കണമെന്ന്. പിന്നെ ചിലർ നല്ല രീതിയിലും പറയാറുണ്ട്. നിങ്ങളെ കറികളൊക്കെ എടുക്കുമ്പോൾ ചെവിതോണ്ടി പോലുള്ള സ്പൂൺ കൊണ്ട് കോരുന്നോണം. നമുക്ക് സ്പൂണൊക്കെ അഹങ്കാരോ ധിക്കാരോ പറയണമല്ല. നിങ്ങൾ പുച്ഛിച്ചതിന്റെ മറുപടി ആയിട്ട് ഞാൻ പറഞ്ഞത് ഇഷ്ടംപോലെ സ്പൂണുകളുണ്ട്. പക്ഷെ എനിക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന സ്പൂണുകൾ ഞാൻ ഉപയോഗിക്കുന്നു. അതിപ്പോ ആരെന്നെ പുച്ഛിച്ച് മറ്റത് മറിച്ചത് ഉറുമ്പിന്റെ ഇത് മറ്റത് മറിച്ച് എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഫ്രീഡം അല്ലേ? പറഞ്ഞത് ഈ സംഗതികളെല്ലാം സാധാരണ ഉപയോഗിക്കുന്ന കൈലുകളെല്ലാം ഇങ്ങനെ തൂക്കും. അല്ലാത്ത കൈലുകൾ മീൽ ഷേപ്പിൽ കെട്ടുകണക്കിന് സാധനങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ആവശ്യമുള്ളത് ഞാനെടുത്ത് ഉപയോഗിക്കും. അപ്പൊ ചിലര് പറയും സ്പൂണില്ല. ഇന്നാളെ എൻ്റെ ഒരു വീഡിയോയിൽ എനിക്ക് കുറെ നേരം ഞാനെടുത്ത് ചിരിച്ചു. പിന്നെ നമ്മളതിനൊന്നും മറുപടി കൊടുക്കാതിരിക്കും. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഞാനിത് തൂക്കിയപ്പോ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇതൊക്കെ ഇവിടെയൊക്കെ ഒരേ സ്ഥാനത്ത് വെക്കണ
സ്പൂണും കയ്യിലുകളുമാണ്. ഇപ്പൊ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉപയോഗിക്കണം. അതെ, എന്തിനാണ് ഈ ആവശ്യമില്ലാത്തത് എപ്പോഴും എടുക്കണം. അപ്പൊ അത്രേ ഉള്ളൂ അതിന് മറുപടി. അതൊക്കെ ശരിക്കും നമ്മുടെ പേഴ്സണൽ കംഫോർട്ടാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും. അതൊന്നും ചോദ്യം ചെയ്യണത് പോലും. പിന്നെ എന്ത് ചെയ്യാനാ, ഓരോരുത്തരുടെ പേഴ്സണൽ ഫ്രീഡം അവരവർക്ക് വിട്ടുകൊടുക്കുക. അതെ 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 അതെ. അമ്മച്ചിയുടെ വലുത് പിന്നല്ല കട്ടർ അമ്മച്ചിയുടെ ഇങ്ങനത്തെ തന്നെ 2 നമ്മൾ കട്ടർ വേറെ മേടിച്ചിട്ടുണ്ട്. ഇത് മെൽസേഫിൽ അല്ലേ. ഇത് ഞാൻ മേടിച്ചേക്കണ ചെറുത്, കുഞ്ഞ് ഒരെണ്ണം, മീഡിയം. ഇത് രണ്ടും ഞാൻ എടുക്കണം. വലുത് ഞാൻ പറഞ്ഞേ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. നീ ഇതൊക്കെ ഒന്ന് ശരിയാക്കണം. ഓ അതാണ് ഇവിടെ നല്ല ചൂടാട്ടോ, നല്ല ചൂടാ. അത് ഈ വറക്ക ഇത് താന്നല്ലിരിക്കുന്നത്. പക്ഷെ ഇവിടെ വൈറ്റ് വാഷ് ചെയ്തപ്പോ നല്ല ഭംഗിയായി വന്നു തുടങ്ങി. ആ പുള്ളിയോട് പറഞ്ഞോണ്ടെങ്കിൽ ഇവിടെ ഒരു ഓട്ടോടെ അടിച്ചേക്കാം. ആ അവിടെ എപ്പോഴും ചെളിയാവണ സ്ഥലാ. ഈ സ്പൂണുകളും സ്പൂണിന്റെ മാത്രല്ല ഈ കിളികൾ കയറുന്ന വെന്റിലേഷനിൽ മഹാനാശം. ഏഹേ ഇപ്പൊ കിളികളെ കൊണ്ട് ഇങ്ങനെ ആയി ശല്യമായി തുടങ്ങിയല്ലോ. ഇതും അവരെ ഏറ്റെടുക്കാൻ തുടങ്ങിയോ? പുറം പാത്രം പോലെ അവർക്ക് അവൻ വേണമെന്നാ പറഞ്ഞു. പ്രകൃതി അവരെ ഏറ്റെടുത്തു. ഇനിയിപ്പോ വീടിന്റെ അകത്തേക്കും അവർക്ക് വേണമെന്നാണോ പറയണേ? ഇതിനകത്തേക്ക് കയറുള്ളൂ. അടുക്കള വാതില് ലോക്ക് ചെയ്യണോണ്ട് അങ്ങോട്ട് കയറൂല. ഈ വെന്റിലേഷനിൽ കുഞ്ഞു കിളി കയറും. ഈ വെന്റിലേഷൻ വീടൊക്കെ കയറും. അതൊക്കെ അടയ്ക്കാൻ പോവും. അപ്പൊ കയറൂല. ഓക്കെ ഇടുവാണേ. പുലർത്ത് കയറി ഇടണം. കൂട്ടുമെഴുക്ക് പുരട്ടി. മെഴുക്ക് പുരട്ടി ഇത് നല്ലതാട്ടോ. നല്ല കറിയാ അല്ലേ? നല്ല മെഴുക്ക് പുരട്ടി. ഇനി അമ്മയ്ക്ക്. അമ്മയുടെ നിനക്ക് എവിടെ ഇടണേ? എനിക്ക് പാത്രം എടുക്കാം. നീ എടുത്തോണ്ട് പോരാ. എന്നിട്ട് കറി എടുത്തോട്ടോ. എനിക്കിത് മതി പുലർത്തം. അതെനി ചാടി പോവും. ദേഷ്യം വന്നിട്ട് ഈ പണി നടക്കണ പാത്രം തന്നെ. ചൂടും വിശപ്പും മൊത്തത്തില് വിശപ്പ് കുറവാ. ചൂട് കാരണം ക്ഷീണ കൂടുതല്. ഭയങ്കര ക്ഷീണം. എപ്പോഴും ദാഹം അല്ലേ? അതെ അതെ അതെ. അധികം പുളിയില്ലാത്ത പാകം പുളിയുള്ള നമ്മൾ ഉറയൊഴിച്ച സ്വന്തം തൈര് കടുക് വറുത്തു. അപ്പൊ പറയുന്നത് കേമനാന്ന്. ഇത് അമ്മച്ചിയുടെ ഡിഷാണ് തൈര് കടുക് പൊട്ടിക്കുന്നത്. മതിയാവും. നീ എടുത്തോട്ടോ. എനിക്ക് വേണ്ട തൈര്. ഇഷ്ടമല്ലാത്തോണ്ടാണോ? അതുകൊണ്ടല്ല, ചമ്മന്തി മതി. അതുകൊണ്ടാ. അപ്പക്ക് ചമ്മന്തി വേണ്ട. ചമ്മന്തി എടുത്തോളാം. പിന്നെ അപ്പക്ക് പിക്കിള് വേണം. നരങ്ങയായിരിക്കും. എനിക്ക് നാരങ്ങ മതി. പ്ലേറ്റ് എടുത്തോണ്ടാ നിന്റെ എടുക്കാം. എനിക്ക് മാങ്ങാ ചമ്മന്തി സമ്പുഷ്ടിയായിട്ട്. നിന്റെ പ്ലേറ്റിലേക്കും കറികൾ വെക്കട്ടെ എന്നാ. ഇവിടെ വെച്ചേച്ച് വെക്കാട്ടോ. അവിടെ കുറവുണ്ടാ. ചമ്മന്തി വെക്കാം. അപ്പക്ക് ഉള്ളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി വെക്കാം നമുക്ക്. ഉള്ളി അതിന്റെ ഉള്ളിലേക്ക് അങ്ങ് ഇട്ടോ മൊത്തം. ഇങ്ങനെ ഇട്ടാ അങ്ങനെ വിട്ടു പോരൂല അല്ലേ? അങ്ങനെ ഒന്നും പോരൂല്ല. അങ്ങനെ ഇളക്കി എടുക്കണം. ഒരു എടുക്കാട്ടോ. ഉപ്പിട്ടതാണല്ലോ അല്ലേ? അതെ 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 അതെ. സ്റ്റീലോട്ട് കഞ്ഞിയാട്ടോ. ടീസ്പൂൺ തന്നെ ഇട്ടാ പോരെ? മതി മതി. തൈര് ഒഴിക്കണോ? അതിന്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചോ. ഒഴിക്കാം. ഇപ്പം എല്ലാവർക്കും ആയി. ഞാനിപ്പോൾ ഈയിടെയായിട്ട് സ്റ്റീലോട്സിൻ്റെ കഞ്ഞിയും നമ്മുടെ ചോറിന് റീപ്ലേസ്മെൻറ്റ് പിന്നെ കറികളും ആണ് കഴിക്കുന്നത്. നമ്മുടെ ഏതൊരു വ്യൂവർ പറഞ്ഞതെന്ന ആൾക്ക് ഒത്തിരി താങ്ക്സ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കായും ഏത്തക്കായും നല്ല രുചിയുണ്ട് കേട്ടോ. കായും അച്ചിങ്ങയും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ കുഴയണ ഇഷ്ടമായതുകൊണ്ടാട്ടോ കുഴച്ചെടുത്തത്. അത് നാടൻ ഏത്തക്ക ആയതുകൊണ്ടാ ടേസ്റ്റ്. നല്ല രുചിയുണ്ട്. വരവാണെങ്കിൽ മൊന്തനായിട്ടിരിക്കും. ഇനിയിപ്പോ വൈകിട്ടത്തേക്ക് ഒരു പണിയായി. വൈകിട്ടത്തെ പാചകം കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിലേക്ക് ആ ചാറുകറി വെക്കണം. മുരിങ്ങക്കായ സൂപ്പർ മുരിങ്ങക്കായ. എന്ത് വലിപ്പം ഒലർത്തായിരുന്നു നമുക്ക്. തന്നെ ഉലർത്തിയാൽ പറ്റൂല. ഒട്ടും ഉണ്ടാവില്ല. ഇത് നല്ല രുചിയാട്ടോ ഈ ഏത്തക്കായ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഏത്തക്കായ അമ്മ എടുക്കണില്ലല്ലോ. എന്തോ എല്ലാം കൂടെ എടുക്കണം. എങ്ങനെ എനിക്ക് പതുക്കെ ഞാൻ ഓരോന്നും എടുക്കും. എനിക്ക് ആസ്വദിക്കുന്ന രീതിയിൽ ഞാൻ എടുക്കും. അപ്രാളം പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കണം. ഞാനൊന്ന് കാണിച്ചില്ലേ ആദ്യം എടുത്തോ. അങ്ങനെയല്ല കഴിക്കട്ടെ. ചോറിലിട്ട് ഇളക്കി കഴിക്കണം. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല.
അപ്പ എനിക്ക് ഇളക്കിയൊന്നും ഇടുന്ന ഇഷ്ടമല്ല. അപ്പൊ ചോറിലിട്ട് ഇളക്കിയല്ലേ എടുക്കണേ? നന്നായിട്ട് വെന്തിട്ടുണ്ട് കായം. ഞാൻ പറഞ്ഞില്ലേ നാടനകത്തൊക്കെ രഞ്ജിയുടെയാണല്ലോ ഈ പച്ചക്കറിക്കടയിലാണോ? ചോറും കറിയും കൂടെ കൂട്ടി ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ കറി കഴിക്കാൻ വേറെ വായിലേക്ക് വെക്കും. അമ്മ അങ്ങനെ കഴിക്കണേ. അമ്മ ചോറ് ആദ്യം വായിലേക്ക് വെക്കും, അത് കഴിഞ്ഞിട്ട് കറി ഇച്ചിരി എടുത്തു. ഞാൻ ചോദിക്കാം അത് എന്തിനാ അങ്ങനെയെന്നുള്ളതാണ്. ഞാൻ എല്ലാ കറികളും ചോറിലിട്ടിട്ടാ കഴിക്കണേ. ഇത് അപ്പയ്ക്ക് ഞാൻ ചായ അങ്ങ് കൊടുത്തു. ഇനി കുര്യാക്കോണി എനിക്കും കൂടെ ഉള്ളത് ഞാൻ എടുക്കുക. ഗ്ലാസ്സിൽ പുള്ളിക്ക് പുറത്തേക്ക് ബാക്കിയുള്ളത് ഞാൻ കപ്പിലേക്ക് എന്റെ എടുക്കാം. ചൂട് കാരണം എനിക്ക് വേണമെന്ന് തന്നെയില്ല. നടുക്കള മുഴുവൻ ശുചീകരണമായിരുന്നു. വർക്കേരി എടുക്കും ഞങ്ങൾ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. എല്ലാം വർക്കേരിയിലേക്ക് വാരി ഇട്ടേക്കും. പുള്ളി പിന്നെ കുറേയൊക്കെ എടുത്ത് വെച്ച് തരും. എന്നാലും പണി തീർന്നോട്ടെ നോക്കും. ഞാൻ പിന്നെ കഷ്ടാനുഭവിച്ച് കഴിയാൽ പിന്നെ പണിയിപ്പിക്കാൻ പറ്റൂല. കുറെ പെൻഡിങ് ഉണ്ട്. കൂടെയുള്ള ആളിന്ന് വേറൊരു സ്ഥലത്ത് ഒരു പണി പിടിച്ചുകൊണ്ട് അതിനെ അങ്ങോട്ട് വിട്ടപ്പോൾ ഇന്ന് തന്നെയാണ് വന്നേക്കണം. അതുകൊണ്ട് ഭയങ്കര സ്പീഡിലാണ്. പുള്ളിക്ക് ചായ പോലും വേണമെന്നില്ല. പെയിന്റിങ്ങിന്റെ അവസാനത്തെ ദിവസം ഉള്ളത് എൻ്റെ കപ്പിലേക്ക്. അത് ആ ഗ്ലാസ്സിലെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കുര്യാക്കോ ചേട്ടനുള്ളത്. പതാ ഇത് എനിക്കും ഉണ്ടായില്ല. ഇച്ചിരി ബാക്കിയുണ്ടല്ലോ. നിറച്ച് വെച്ചു. തീർന്നു. ഫിനിഷ്. ഒരു കാര്യം ചെയ്യാം. ചായ കുടിക്കാത്തവർ വേഗം ചായ കുടിച്ചോളൂ. കട്ടുമുരി കിടക്കണം. ഞാൻ ഊരി വെച്ചതാണ്. എന്നാന്നോ ഇതിലങ്ങ് വെക്കാന്ന് ഓർത്താം. ഒരാളല്ലേ ഉള്ളു. അപ്പൊ വലിയ പ്ലേറ്റ് വേണ്ടല്ലോ. പുള്ളി മേശന്ന് എടുത്തോളൂ. പറയാം. അങ്ങനെ നമ്മുടെ പെയിന്റിങ്ങിന്റെ അവസ്ഥ എന്തായി? പെയിന്റിങ് കംപ്ലീറ്റ് ഫിനിഷ് ആയി. ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ പറഞ്ഞു. ഇനി അവർ വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? മുകളിലെ സ്ട്രെസ് വർക്കിന്റെ പൈപ്പ് പെയിന്റിടാം. അതിപ്പോ മഴയായാലും പ്രശ്നമില്ല. അതപ്പോ പറഞ്ഞു മെയ് മാസം ആവട്ടെ ഞാൻ പറയാമോ. ഇപ്പൊ ഷീറ്റ് കിടക്കണോണ്ട് അവർക്ക് വേറെ വിഷയമില്ലല്ലോ. താഴെ നിന്ന് ചെയ്താൽ മതി. ഒരു ദിവസത്തെ പണിയുള്ളൂ. ഇനിയിപ്പോ ഡോറൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അത് വേറെ ആൾക്കാരാന്ന് പറഞ്ഞല്ലോ. അത് ഇവരല്ല, അത് വേറെ സെക്ഷനാ. അതെ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ദേ ഒരു സ്പെഷ്യൽ നോമ്പ് തുറ വിഭവമാണ് അമ്മ ഉണ്ടായിക്കൊണ്ടിരിക്കണേ. നമ്മുടെ നോമ്പ് തുറയല്ല, നമ്മുടെ നോമ്പ് തുറക്കാറായിട്ടില്ല. ഈസ്റ്ററിനാണ് ഇത്. നോമ്പ് തുറ മാത്രല്ല കേട്ടോ, നമുക്ക് വെറുതെ സ്നാക്കായിട്ടും കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോഴും വെക്കേഷൻ സമയത്തും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പൊ ഈ സ്നാക്കൊക്കെ ഉണ്ടാക്കി കഴിച്ച ഞങ്ങൾ ഇന്നത്തെ ദിവസം വിട പറയുകയാണ്. ഇന്നത്തേക്ക് ബൈ ബൈ. വീണ്ടും നാളെ അടുത്ത വണ്ടർഫുൾ വീഡിയോ ആയിട്ട് നമുക്കിനി ഈ ആഴ്ച എല്ലാം നമുക്ക് രസകരമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ. വീഡിയോസ് ഉണ്ടാവും. കൂടാതെ ഫാമിലി ഉണ്ടാവും. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ വീഡിയോ ഉണ്ടാവും. അതായത് ഈസ്റ്ററിന് മുന്നേ ഉള്ള പെസഹ വ്യാഴാഴ്ച ചടങ്ങുകളുടെ വീഡിയോ ഒക്കെ ഉണ്ടാവും. അപ്പം ഉണ്ടാക്കുന്നുണ്ട്, പാലുണ്ടാക്കുന്നുണ്ട്, എല്ലാത്തിന്റെ വീഡിയോ ഉണ്ടാവും. അപ്പൊ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെ, അത് ആ ടൈം പോലെ ഇരിക്കും. വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാകും തീർച്ചയായിട്ടും. അപ്പൊ അതെല്ലാവരും കാണുക. എല്ലാവരും അതുപോലെയൊക്കെ അല്ല, അതുപോലെയല്ല എല്ലാവരുടെയും വീട്ടിൽ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യുക. അതെ 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 പറയാനുള്ള. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഈസ്റ്റർ ഷോപ്പിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫിഷ് മാർക്കറ്റിൽ പോകുന്നുണ്ട്. അതെ 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 അതെ. എല്ലാം വരി വരിയായി കാണാം. അപ്പൊ ഇന്നത്തേക്ക് വിടാം. ഓക്കേ.